അപ്പൊ നമ്മുടെ സ്വന്തം മാളച്ചേട്ടന്റെ വീടിന്റെ ഹാളിലാണ് വന്നിട്ടുള്ളത്. ഇതെന്താ ഒരു അവാർഡ് ദിശയിലേക്ക് കയറിയ ഒരു ഫീലാണ് കിട്ടുന്നത്. അത്രമാത്രം റെക്കഗ്നീഷൻസും അവാർഡ്സുമാണ് ചുറ്റും വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അദ്ദേഹം ഉള്ള കാലം തൊട്ടിട്ടേ സ്റ്റാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണോ, അതോ ചേട്ടന്റെ കോൺട്രിബ്യൂഷൻ, മക്കളുടെ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ചേട്ടൻ അപ്പം അച്ഛൻ ഇത്ര വലിയ കലാകാരനായതുകൊണ്ട് സിനിമാ ഫീൽഡിലേക്ക് കയറാൻ അങ്ങനെ ഒരു ഇഷ്ടം അങ്ങനെ ഇഷ്ടമില്ലല്ലോ? അത് അതൊരു കഴിവിന്റെ മാത്രം മേഖലയല്ല. നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം അങ്ങനെ അല്ല. ചേട്ടനപ്പോ ഒരു കഴിവുണ്ട്, എന്താണ് ചെറിയ കഴിവുകളൊക്കെ ഉണ്ടാവും. ഈ ഒരു സംഭവേ ഞാൻ ആക്ച്വലി കപ്പലുകൾ ഇങ്ങനെ ഇരിക്കണത് ഞങ്ങള് മാമു കോയ്സ് വീട്ടിൽ പോയപ്പോ അവിടെ തന്നെയാണത്. ആണോ? ആ ഭാഗത്ത് തന്നെയാണ്. ആണ്. എന്താ ഈ കപ്പലുകളുടെ ഒരു എനിക്കെന്നറിയില്ല. ബേപ്പൂരാണ് അതിന്റെ ഒരു കേന്ദ്രം. അത് കിട്ടുന്ന സ്ഥലം അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളതാണ് വാങ്ങിച്ചതെന്ന് തോന്നുന്നു. ആണ്. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോ എന്റെ കണ്ണുടക്കിയത് എന്റെ കുറച്ച് ഫേവറേറ്റ് സിനിമകളുടെ റിവാർഡ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ മീശമാധവൻ അല്ലേ? മീശമാധവൻ ഉണ്ട്, ചാന്തുപൊട്ടുണ്ട്, കൊച്ചു കൊച്ചു സന്തോഷങ്ങളുണ്ട്. പിന്നെ മുകളിൽ നിങ്ങളൊന്നും ജനിച്ചിട്ടുണ്ടാവില്ല. ക്ഷമിച്ചു 80s ക്ഷമിച്ചു എന്നൊരു വാക്ക് മുകളിൽ. പിന്നെ കുറെ എണ്ണം പിന്നിൽ പോയിട്ടുണ്ട്. അതൊക്കെ ഒന്നും ഓർമ്മയില്ല. പിന്നെ കുറെ കെട്ടി ചാക്കിൽ കെട്ടി വെച്ച സ്ഥലമില്ല. പരിമിതിയല്ലേ, ചെറിയ വീടല്ലേ. ആണല്ലേ? ഓ, ഇവിടെ ഉണ്ട് 2020. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാ. ഇത് കൊറേ മുരുകനും കൃഷ്ണനും ഒക്കെ ഉണ്ടല്ലോ. ഒരു ഭക്തനായിരുന്നു അദ്ദേഹം. ഭയങ്കര മുരുകഭക്തനാണ്. അപ്പൊ അത് കയറി വരുമ്പോ തന്നെ നമുക്ക് ആ മുരുകന്റെ ഒരു പടം വെച്ചിരിക്കുന്ന കാണാം. ഇത് ആക്ച്വലി അദ്ദേഹത്തിന്റെ പടം ഇത് എപ്പോ വെച്ചിട്ട് ശേഷം വെച്ചിട്ടുള്ളതാണ്. അതിന്റെ താഴെ ചെറിയൊരു തബല വെച്ചിട്ട് ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചോട്ടെ. അത് കാണില്ലല്ലോ. ആരെങ്കിലും ചെയ്യിപ്പിച്ച് തന്നതാണോ? ഇല്ല, അത് അച്ഛനുള്ളപ്പോ തന്നെ ഉള്ളതാണ്. ആണോ? ആരോ ഗിഫ്റ്റ് കൊടുത്താണ് അച്ഛന്. ഓ, അത് ശരി. അറിയില്ല. അദ്ദേഹം വലിയൊരു തബലിസ്റ്റ് കൂടിയായിരുന്നല്ലോ. ചേട്ടൻ തബല വായിക്കില്ല? കുറച്ച് വായിക്കില്ല. അദ്ദേഹം കുറച്ച് ബാലപാഠം അച്ഛൻ പറഞ്ഞു തന്നു. പിന്നെ തന്നെത്താൻ കുറച്ച്, പിന്നെ അത് നിർത്തി. കോളേജിൽ തന്നെ നിർത്തി. ഇനിയിപ്പോ നടക്കില്ല. അതുപോലെ തന്നെ ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ഇത് നല്ല പഴക്കമുള്ളതാന്ന് തോന്നുന്നല്ലോ. ഇല്ല, കുറച്ച് ഇത് വുഡനാ? വുഡ് വെച്ച് ചെയ്തതാണ് അല്ലേ? നല്ല ഭംഗിയുണ്ട്. എത്ര വർഷത്തെ പഴക്കം കാണും ഇതിന്? ഇത് 20 വർഷത്തെ പഴക്കമുണ്ട്. 20 വർഷത്തെ പഴക്കമുണ്ട് എന്തായാലും. ഇതെന്താ ചേട്ടാ? ഇത് സ്റ്റാമ്പ്. അച്ഛൻ മരിച്ചതിന് ശേഷം പൊടിയും സ്റ്റാമ്പ് ഇറക്കിണ്ടായിരുന്നു അച്ഛന്റെ പേരില്. സ്റ്റാമ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് അന്ന് എടുത്തപ്പോ ഒരുപാട് വിഗ്രഹങ്ങളും ഇതും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇവിടെ ആക്ച്വലി ഏറ്റവും പഴക്കം ഏറിയ ഒരു ഇത് എന്തായിരിക്കും? തകിലുകൊട്ടാമ്പർ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അത് അതിന്റെ പിന്നിലും തോന്നുന്നു. അത് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന്റെ പുറകിലാണ് 82 അങ്ങനെ എന്തോ തോന്നുന്നു. അങ്ങനെ അല്ലേ? ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തറവാട്ടിൽ. ഇത് വേറെ സ്ഥലത്താണ് തറവാട്. അവിടെ വെച്ചിട്ട് ഈ സാധനം ഇരിക്കുന്നുണ്ട്. തറവാട് ഇരുന്നത് ഇവിടെ അല്ലല്ല, തൊട്ട് കുറച്ച് ഒരു 5-6 വീട് അപ്പുറത്ത്.